ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇങ്ങനെ പറയണമെന്നല്ലേ പറഞ്ഞേക്കണത്. ഹലോ ഗൈസ്, ഹലോ ഫ്രണ്ട്സ്. ഒരാള് എണീറ്റ് വന്ന് ബ്രഷ് ചെയ്യുന്നു, ഫേസ് ഒക്കെ കഴുകി. ഇനി അന്നമ്മ കുണ്ടും ജിഞ്ചിരും മണി എവിടെ പോകുന്നു? പള്ളിയിൽ പോയിട്ട് പിന്നെന്താ പരിപാടി? കാറ്റഗിസം ക്ലാസ് ഇല്ലേ? സൺഡേ ബിസി ഡേ ആണല്ലേ നമുക്ക്, അല്ലേ? വേഗോട്ടെ, വേഗം ഡ്രസ്സൊക്കെ മാറി ഫുഡൊക്കെ കഴിക്കണം. ജിങ്കിരിമണി ഉടുപ്പൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, അല്ലേ ജിങ്കിരിമണി? ഇങ്ങനെയാണോ പൗഡർ ഇടുന്നത്? ഇങ്ങനെ പൗഡർ ഇടുന്നത് അല്ലേ? താനെന്തിനാണ് ഈ സൺഡേ പള്ളിയിൽ പോണത്? അത് ഈശോടെ വെയിറ്റ് ചെയ്യൂലേ, മറ്റേ ഹൈഫൈ ഒക്കെ തരാൻ. അച്ഛൻ പറഞ്ഞിട്ടില്ലേ, ഈശോ ഇടക്കിടക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഹൈഫൈ ഒക്കെ തരാൻ. ഈശോ ഇങ്ങനെ ഇരിക്കാറില്ല, അപ്പൊ ഇങ്ങനെ ഉണ്ടോ? അത് ഒരു ദിവസം അച്ഛൻ പറഞ്ഞേ, ഞങ്ങൾക്ക് അങ്ങനൊരു നല്ലൊരു അച്ഛനെ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു, നമ്മുടെ കുട്ടികളെ പള്ളിയിൽ മുടങ്ങുന്ന മടിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പൊ മുടങ്ങുന്നതിന് പറഞ്ഞതാണ്, ഈശോയുടെ ഒറ്റയ്ക്കാണ്, നിങ്ങൾ വന്നൊരു ഹൈഫൈ കൊടുക്കാനെങ്കിലും വരണം എന്ന്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടായിരുന്നു. പന്നമ്മ അത് തന്നെ ചോദിക്കുമായിരുന്നു, അതാണോ അമ്മ ഈശോ ഇങ്ങനെ കൈപൊക്കി നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുമായിരുന്നു. മതി തന്നെ, ഇത് കണ്ടോ, എന്റെ പപ്പ ഇങ്ങനെയായിരുന്നു പൗഡർ ഇട്ടിരുന്നു വെച്ചത്. എന്റെ അപ്പാപ്പൻ ഇങ്ങനെ അപ്പം പോലെ ആക്കും, എന്നിട്ട് തുടച്ച് കളയും. എന്റെ അപ്പാപ്പൻ പറയാ, എന്നിട്ട് ഇങ്ങനെ വേണം പൗഡർ ഇടാൻ, അപ്പൊ നല്ല കളറാണെന്ന്. എന്റെ അപ്പൻ നല്ല കറുത്തിട്ടായിരുന്നു. അപ്പൊ പുള്ളി ഇടുന്നതാണ് ഇങ്ങനെ അപ്പം പോലെ ഇട്ടിട്ട് തുടച്ച് കളയും, അപ്പൊ നല്ല ഫിനിഷിങ് ആയിരിക്കും എന്ന് പറയും. നോക്കിയേ, മതി തന്നെ. ഞാൻ അപ്പാപ്പന്റെ ഗ്രാൻഡ് ഫാദർ അല്ലേ, ഗ്രാൻഡ് ഡോട്ടർ. അപ്പൊ അങ്ങനെ വരുള്ളൂ എന്നല്ലേ? അതങ്ങനെ വേണം. വേഗാവട്ടെ വേഗാവട്ടെ, ഭക്ഷണം കഴിക്കണം. ഇത് കണ്ടോ, ഈ ഒരു കളറിങ് ബുക്ക് അടിപൊളിയാണ് കേട്ടോ. പിള്ളേർക്ക് ഇച്ചിരി പണിയാണ് ഇത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ, വരക്കാനല്ല ഫില്ല് ചെയ്യാൻ. എന്നാലും നല്ല രസമുള്ള, ഭയങ്കര റിസ്കി ആണ്, എന്നാൽ പോലും നല്ലതാണ്. നമ്മളിത് എവിടെ നിന്നാ വാങ്ങിച്ചത്? സ്കൂൾ മാർട്ട് കാക്കനാടുന്നാ വാങ്ങിച്ചത്. കണ്ടോ, കളറിങ് ആണ്, പല പല കളറുകൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് നല്ല ഫിനിഷിങ്ങിലൊക്കെ ചെയ്യണം. പിന്നെ കുറച്ച് ഫിനിഷിങ് കുറവുണ്ടെങ്കിൽ പോലും നല്ല ഇങ്ങനെ അകലെ നോക്കുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. 5 മിനിറ്റും കൂടി ഉണ്ട് തന്നെ പള്ളിയിൽ പോവാൻ. വേഗമാവട്ടെ, കളറിങ് ബുക്കായിട്ട് ഇരിക്കരുത്, വന്നിട്ടൊക്കെ ചെയ്യാം. അടുത്തത് തുടങ്ങിയേക്കുവാണ് കളറിങ്. പച്ച ഡ്രസ്സിന് പച്ച ചെരുപ്പ്. പച്ചല്ലല്ലോ അല്ലേ, ഇത് പച്ചയാണോ നീലയാണോ? യെല്ലോ ടോപ്പ്. നമ്മൾ കയറ്റി വെക്ക്, ഉണ്ടോ? അവിടെ ചാരി വെച്ചാൽ മതി, ഉണങ്ങിക്കോളും. ഈ ചെരുപ്പിന്റെ ലിങ്ക് എല്ലാം എൻ്റെ ചാനലിലുണ്ട് ഗൈസ്. ഗൈസ് നല്ലേ വർത്താനം പറയണ്ട അല്ലേ? വാ നടന്നോ, വേഗോട്ടെ, സമയം പോയി. 8:30 നമുക്ക് പള്ളിയിൽ കുർബാന തുടങ്ങുന്നത് 8:30. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റഗിസം ഉണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നമ്മയ്ക്ക് കീബോർഡ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഡാൻസ് ഉണ്ട്. അങ്ങനെ അങ്ങനെ പോകുന്നു. വേഗം തുറന്നിട്, വണ്ടി എടുത്തിട്ട് വരാം. കയറിക്കോ കയറിക്കോ കയറിക്കോ, സീറ്റ് ബെൽറ്റ്. ഞാനിന്ന് പള്ളിയിൽ പോണില്ല കേട്ടോ, വയ്യാണ്ടിരിക്കുക, ജലദോഷവും തുമ്മലും. ഇവിടെ എല്ലാവർക്കും അതെ, പള്ളിയിൽ എത്തിയിട്ട് അമ്മ പോവും. നമുക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഈ പകർച്ചപ്പനി അങ്ങനെയുള്ളതൊക്കെ ഒന്നും പിടിക്കാറില്ല. അയ്യോ, ഒന്നും വരുത്തല്ലേ, പിടിക്കാറില്ല. പക്ഷെ എന്നയ്ക്ക് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് ഈ പൊല്യൂഷനൊക്കെ ഉണ്ടാവൂലേ, വേറൊരു നാട്ടിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ക്ലൈമറ്റൊക്കെ ഒന്നും പറ്റിയില്ല. പൊടിയുടെ അലർജിയൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ പള്ളിയിലേക്ക്. നമുക്ക് എന്നെ കുട്ടീനെ പള്ളിയിലാക്കിയിട്ട് വരാം. 1 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞു. പോയിട്ട് വരാൻ കുട്ടികളെ. എങ്ങനെ ഞങ്ങളുടെ പള്ളി എത്തി കുട്ടികളെ, പള്ളി എത്തി. എന്നെ കുഞ്ഞമ്മനെ ഇറക്കിയിട്ട് ഞാൻ തിരിച്ചു പോയി. എന്നെ കുഞ്ഞമ്മ
പോകുന്നു. കുഞ്ഞ് പോകുന്നു. ബൈ ബൈ. ഇങ്ങനെ എന്നെ കുഞ്ഞിനെ വിട്ടു. 11 മണിയാവുമ്പോൾ അന്നമ്മയുടെ കാറ്റഗിസം ക്ലാസ് കഴിയും കേട്ടോ. അപ്പം ഞാൻ ആദ്യം വന്നപ്പോൾ ഒരു ആന പോണ്ട, പിന്നെ അതിൻ്റെ പുറകെ കുറച്ച് നേരം വണ്ടി ഓടിച്ചു. പിന്നെ ഞാനിങ്ങ് കയറി പോന്നു കേട്ടോ. ഏകദേശം 11 മണിക്ക് കാറ്റഗിസം ക്ലാസ്, അതായത് വേദപാഠം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെ നിന്ന് തൃപ്പൂണിത്തറ പോകും. തൃപ്പൂണിത്തറയിലാണ് അവൾ കീബോർഡ് പഠിക്കുന്നത്. അപ്പോൾ ചെറിയ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ആയിട്ട് ആയിരിക്കും ഞാൻ വരുന്നത്, അല്ലെങ്കിൽ അത്ര നേരം ഇരിക്കണല്ലേ. അപ്പം പുള്ളിക്കാരിനെ കിട്ടി. പുള്ളിക്കാരി അപ്പം എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു. ഇന്ന് ക്ലാസ് എടുത്തിട്ടില്ല, ഇന്ന് ഞങ്ങൾ ഇതൊക്കെ കാണുമായിരുന്നു. അങ്ങനെയാണ് വീഡിയോ എടുക്കണപ്പോഴേക്കും അതൊക്കെ പൊക്കി കാണിച്ചു. ഭാവിയിലെ യൂട്യൂബർ. ഓക്കെ, അപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് എന്തോന്നാണ് യൂട്യൂബ് എന്നൊക്കെ ചിന്തിക്കും അല്ലേ. നമ്മൾ അപ്ഡേറ്റ് ആവുന്നത് നല്ലതാണ്. നമ്മൾ തുടങ്ങി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തോടെ തുടങ്ങി കൊടുക്കാം. അവർ തുടങ്ങുമ്പോൾ അതിൻ്റെതായ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാലോ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോകണ്ടല്ലോ. അപ്പം അങ്ങനെ ചിന്തിച്ചതും, പിന്നെ ഇവള് MMA പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നത് ചെറിയ ഒരു എപ്പിസോഡ് പോലെ കാണിക്കാം. ഇപ്പം ആ ക്ലാസ്സിനൊക്കെ പോകാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ അങ്ങനെ നോക്കി പഠിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഈ ചാനൽ അങ്ങനെയാണ് തുടങ്ങിയത്. അവള് ഫൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ബോക്സിങ്ങും. ഇപ്പം MMA-ലാവുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് അത് ജസ്റ്റ് ക്ലാസ് തുടങ്ങിയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ ഇടയ്ക്ക് അവളുടെ ഇങ്ങനെയുള്ള വ്ളോഗുകൾ മാത്രം 90% അവൾ അറ്റൻഡ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കുള്ളൂ MMA-നെ. അങ്ങനെ ഞങ്ങളൊരു 11:30 to 12:30 വരെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ വന്നടാ ആനക്കുട്ടൻ തിരിച്ച്. നേരത്തെ കണ്ട ആനക്കുട്ടൻ തന്നെയാണ് ഇതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതപ്പം അന്നമ്മയാണ് ഊട്ടി വേഗം വീഡിയോ എടുത്തത് കേട്ടോ. ഇങ്ങനെ നോക്കിയിരിക്കണായിരുന്നു. ഞങ്ങൾ സ്ലോവിലാണ് പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങള് ഡാൻസിന് വേണ്ടി ഒരുങ്ങി നിന്നപ്പോഴാണ് നമ്മുടെ ഡാൻസ് ടീച്ചർക്ക് പനിയാണ്, വന്നില്ല. പുള്ളിക്കാരി രക്ഷപ്പെട്ടു. ഞങ്ങൾ അങ്ങനെ പുറത്തൊന്നും പോയിട്ടില്ല കേട്ടാ. ഇത്രയൊക്കെ ഉള്ളൂ.